മരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കൊതി തോന്നാറില്ലേ? പലരുടെയും ജനാസ കാണുമ്പോ കൊതി തോന്നാറില്ലേ? പടച്ചവനെ, സമസ്ത എന്ന പടവൃക്ഷത്തിന്റെ പണ്ഡിതന്മാർ കൊതി തോന്നിയിട്ടുണ്ട് ചെറുപ്പക്കാരോ. അവരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോ ശംസുലുലമയെ കുറിച്ച്, കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച്, ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച്, കോയക്കുട്ടി ഉസ്താദിനെ കുറിച്ച് അല്ലാഹുവേ പറയുമ്പോ 1000 നാവാ പൊന്നുപോരെ. എന്തൊരു മരണമായിരുന്നടാ ചെറുപ്പക്കാരാ. എത്ര പ്രാവശ്യമാ മയ്യത്ത് നിസ്കരിച്ചത്? നിസ്കാരം അല്ലാഹുവേ ഇനി നിസ്കരിക്കുന്നില്ല. ജനാസ കബറടക്കണമെന്ന് പറയുമ്പോ അല്ലാ പോകുന്ന സമയത്ത് അവസാന സുബഹിയുടെ ഭാഗിന്റെ ജവാബ് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ അതിന്റെ ജവാബ് പറഞ്ഞിട്ട് കണ്ണടച്ച മഹാര പറക്കാൻ കഴിയോ? പടച്ചവരേ, ജീവിച്ചിരുന്ന കാലത്ത് കബറ് കുടിച്ചിട്ട് കോയക്കുട്ടി ഉസ്താദിനെ മറക്കാൻ കഴിയോ? അല്ലാഹുവേ, പുഞ്ചിരിച്ചുകൊണ്ട് കിടന്ന ചെറുശ്ശേരി ഉസ്താദിനെ മറക്കാൻ കഴിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പോകുമ്പോ കൊതിപ്പിച്ചിട്ട് പോണവടാ പൊന്നുമോരെ. കാണാ വരുന്നവര് കൊതിക്കണമടാ. നിന്റെ മയ്യത്ത് കാണുന്ന ഓരോ മനുഷ്യരും നീ മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കണം. 40 പേര് പറയുന്ന 40 പേര് നല്ലത് പറയുന്നവരും മരണം കിട്ടാ ശ്രമിക്കു ചെറുപ്പക്കാരാ. എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവില, ഉമ്മ മരിച്ചത് റമളാൻ മാസത്തിലാ എന്ന് നെളിഞ്ഞുകൊണ്ട് പറഞ്ഞു നടന്നിട്ട് നിനക്കൊന്നും കിട്ടാറില്ല. നിന്റെ ഉപ്പ വെള്ളിയാഴ്ച രാവി മരിച്ച മനുഷ്യർ സ്വർഗമുണ്ട്, നിനക്കൊന്നും കിട്ടാറില്ലോ. നിനക്കെന്തെങ്കിലും കിട്ടണമെങ്കിലോ നീയും ആ വാപ്പയുടെ മകനാകണം. വാപ്പ പോയതിനേക്കാളും നല്ലതുപോലെ, വാപ്പ പോയതിനേക്കാളും നല്ലതുപോലെ വെള്ളിയാഴ്ച രാവിലെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവരെ മുഴുവനും കേൾക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചോണ്ട് കിടക്കണം ചെറുപ്പക്കാരാ. കാണാ വരുന്നവര് പറയണത് അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ, അവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടോ? അവൻ ഉറങ്ങുകയാ. ജീവിച്ചിരുന്ന കാലം മുഴുവനും നിന്നെ കുറ്റം പറഞ്ഞവന് പറയണം മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. അല്ലാഹുവേ, അങ്ങനെയുള്ള മരണം തരണമല്ലോ. അങ്ങനെയുള്ളവര് മരണം തരണമല്ലോ.